അടുത്ത് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പ്രദേശത്തെ കൗൺസിലറാണ്. എല്ലാവരും ഒരുപോലെ തന്നെ സങ്കടത്തിലും വിഷമത്തിലുമാണ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ വന്നിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാമചന്ദ്രനുമായി ബന്ധമുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രദേശവാസികളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും ഒക്കെ വീട്ടിലെ ഓരോ കാര്യത്തിനും മുന്നിൽ തന്നെ ഉണ്ട്. എന്തായാലും വളരെ വിഷമമുള്ള കാര്യം തന്നെയാണ്. 8 മണിയോടുകൂടി ഇന്ന് മൃതദേഹം കൊച്ചിയിലെത്തും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷം റിനൈ ഹോസ്പിറ്റലിലോട്ടാണ് നേരെ ഈ ഒരു മൃതശരീരം മോർച്ചറിയിലേക്ക് നേരെ കൊണ്ടുപോവുകയാണ്. അതിനുശേഷമാണ് നാളെ ഈ ഒരു ചങ്ങമ്പുഴ പാർക്കിലാണ് പൊതുദർശനം വെച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ എല്ലാ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം എത്തിയിട്ടുണ്ട്. ഇതെല്ലാം നാട്ടുകാരാണ്. ഈ പ്രദേശത്തുള്ള രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആയ ഒരാളാണെന്ന് തന്നെ അറിയാം. ആ വിയോഗത്തിലെല്ലാം അതെ, അദ്ദേഹം ഞങ്ങളുടെ മുൻകാല പ്രവർത്തകനായിരുന്നു. പിന്നെ അതുകൂടാതെ ഒരു വലിയ ദേശസ്നേഹിയായിരുന്നു. ഞങ്ങൾക്ക് ഒരു സംഭവം എല്ലാവർക്കും വളരെയധികം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതൽ തന്നെ ഞങ്ങൾ വളരെ മൊത്തത്തിൽ രാജ്യത്തുള്ള എല്ലാവരും, എല്ലാ സംസ്ഥാനങ്ങളിലുള്ള ആളുകളും ജാതി മതമൊന്നും നോക്കാതെ തന്നെ വളരെയധികം വിഷമഘട്ടത്തിലാണിപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാൻ തന്നെ നമുക്ക് പറ്റുന്നില്ല. അത്ര ഒരു വ്യസനത്തിൻ്റെ ഒരു രീതിയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ഇപ്പോഴും ഞങ്ങൾ ന്യൂസുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ബോഡി ഇന്നിപ്പോൾ ഒരു 7:30 ആകുമ്പോഴത്തേക്കും വരുമെന്നാണ് അറിഞ്ഞത്. ഇതിൽ മറ്റൊന്നും നമുക്ക് പറയാനില്ല. ഇവിടുത്തെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു വിഷമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാരണം നാട്ടിലെ എന്തൊരു പരിപാടി ഉണ്ടായി കഴിഞ്ഞാലും അവിടെയെല്ലാം ഏറ്റവും ആദ്യം എത്തുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വെറും ശരീരം മാത്രമായി തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടാവുന്നത്. എന്തായാലും ആ ഒരു വിഷമത്തിൽ എല്ലാവരും പങ്കുചേരുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു കാശ്മീരിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിക്കാൻ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ പോയ ഒരാളാണ് ഇപ്പോൾ ചേതനയറ്റ ശരീരവുമായി മടങ്ങി വരേണ്ട ഒരവസ്ഥയുണ്ടാവുന്നത്. ഇവിടെ എല്ലാവരും ബന്ധുക്കളെല്ലാം എത്തി തുടങ്ങുന്നുണ്ട്. അതിനുശേഷം ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ പോകും എന്നുള്ള കാര്യം തന്നെയാണ്. 8 മണിയോടുകൂടി നെടുമ്പാശ്ശേരിയിൽ ഈ ഒരു ബോഡി എത്തും എന്നുള്ള കാര്യമാണ് അറിയുന്നത്. കാളിദാസ്. ശരി വിജിത, മരിച്ച രാമചന്ദ്രന്റെ മൃതദേഹം വൈകിട്ട് 7:30 കൊച്ചിയിലെത്തും എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്ന വിവരങ്ങൾ. അതിനുശേഷം മോർച്ചറിയിലേക്ക് മാറ്റും. നാളെ ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനമുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിജിത KP ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.